എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോ കാണുന്നത് ഒരു പ്രവാസിയാണെങ്കിൽ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ, ഇനി പറയാൻ പോകുന്ന കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്തു നോക്കണം. അങ്ങനെ ചെയ്താൽ, അതിൽ നിന്ന് കുറച്ച് പാഠങ്ങൾ മനസ്സിലാക്കിയാൽ, ലക്ഷക്കണക്കിന് പ്രവാസികളുടെ ജീവിതം പാഴായതുപോലെ നിങ്ങളുടെ ജീവിതം പാഴാകില്ല. മിക്കവാറും നിങ്ങൾ ഒരാളുടെ വരുമാനം കൊണ്ടായിരിക്കാം കുടുംബം ഓടുന്നത്. ഗൾഫിൽ ഒരു ജോലി കിട്ടുന്നു, നാട്ടിലൊക്കെ ഒരു വില വരുന്നു, പിന്നീട് പതുക്കെ പതുക്കെ വീട്ടിലെ ഓരോ ചിലവുകളും നിങ്ങൾ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുന്നു. പിന്നെ അതൊരു പതിവാകുന്നു, ശീലമാകുന്നു. എന്ത് കാര്യത്തിനും കാശ് കൊടുക്കേണ്ട ഒരു ATM മെഷീൻ പോലെ നിങ്ങൾ പതുക്കെ മാറുകയാണ്. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊക്കെ തന്നെ ആയിക്കോട്ടെ. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനഃപൂർവ്വം ഒന്ന് ചെയ്യണം. അതായത് ഒരു മാസത്തേക്കെങ്കിലും, പറ്റുമെങ്കിൽ ഒരു 2-3 മാസത്തേക്ക് നിങ്ങളുടെ ഈ സപ്ലൈ ഒന്ന് കട്ട് ചെയ്ത് നോക്കുക. അതിനെന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറയാം. കമ്പനിയിൽ ചില പ്രശ്നങ്ങൾ വന്നു, അതുകൊണ്ട് 2-3 മാസം കഴിയും സാലറി കിട്ടാൻ, സാലറി പെൻഡിങ് ആണെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. അതുവരെ പല കാര്യങ്ങൾക്കും പണം കൊടുത്തുകൊണ്ടിരുന്ന നിങ്ങൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് അത് ഇല്ലാതാകുമ്പോൾ പലരുടെയും മുഖം മാറുന്നത് എങ്ങനെയാണ് എന്ന് ഒന്ന് മനസ്സിലാക്കണം. എൻ്റെ ഒരു സുഹൃത്ത് ഗൾഫിൽ ഉണ്ടായിരുന്ന സമയത്ത് അയാൾക്കൊപ്പം ജോലി ചെയ്തിരുന്ന ഒരു സഹപ്രവർത്തകൻ, അത്യാവശ്യം പ്രായമുള്ള ആളാണ്, വളരെ ചെറുപ്പത്തിൽ ഗൾഫിൽ വന്ന് സാധാരണ ജോലികളൊക്കെ ചെയ്ത് ഇപ്പോൾ അല്പം മെച്ചപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഒരു 50 വയസ്സൊക്കെ ആയപ്പോഴേക്കും ഇയാൾക്ക് ചില ഗുരുതരമായ പല അസുഖങ്ങളും വരികയാണ്. നമുക്കറിയാം, ഇന്നും ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വലിയ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും മെഡിക്കൽ ഫീൽഡിലെ ചികിത്സകളുടെ കാര്യത്തിൽ വെറും പരാജയം തന്നെയാണ് ഗൾഫ് രാജ്യങ്ങൾ. കാരണം മതത്തിന്റെ പല നിയമങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അതൊക്കെ ഇപ്പോഴും മാറി വരുന്നേ ഉള്ളൂ. എന്തിന്, ദുബായിൽ പോലും. അതുകൊണ്ടും കൂടെയാണ് അറബികൾ ഉൾപ്പെടെ കേരളത്തിലേക്കൊക്കെ ചികിത്സയ്ക്ക് വരുന്നത്. പണത്തിന്റെ ലാഭം മാത്രം നോക്കിയല്ല. ഇയാളുടെ ആരോഗ്യം വളരെ ഗുരുതരാവസ്ഥയിലായപ്പോൾ അവിടെ ഒരു മെഡിക്കൽ അസിസ്റ്റന്റിനെ ഉൾപ്പെടെ നാട്ടിലേക്ക് വിടാനായിട്ട് അത്യാവശ്യം ചെലവുണ്ട്. ഞാൻ ഈ പറഞ്ഞ എൻ്റെ ഫ്രണ്ട് ഉൾപ്പെടെ അവിടെ അയാൾക്കൊപ്പം ജോലി ചെയ്തിരുന്നവരും വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും ഒക്കെ ഇവര് പണം സമാഹരിച്ചിട്ട് ഇങ്ങനെ നാട്ടിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി അയക്കാനുള്ള പണം അവർ ഉണ്ടാക്കിയെടുത്തു. പക്ഷേ ഈ നാട്ടിലുള്ള അയാളുടെ ഭാര്യയും മക്കളും പറഞ്ഞത്, ഇങ്ങോട്ട് അയക്കണ്ട, ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ്. ഇങ്ങനെ ഒരു മെഡിക്കൽ കണ്ടീഷനിൽ അയക്കുമ്പോൾ നാട്ടിൽ നിന്ന് അവർ സ്വീകരിക്കണം എന്നുള്ള ഒരു ഫോർമാലിറ്റി ഉണ്ട്. അതിന് വീട്ടുകാർ തയ്യാറല്ല. കാരണം നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഇയാളെ ചികിത്സിക്കണം, വൃക്കയും കരളും ഒക്കെ വലിയ പ്രശ്നത്തിലാണ്, വലിയ ചിലവ് വരും. അതിനവർക്ക് താല്പര്യമില്ല. ഇയാൾ തന്നെയാണ് അവരുടെ നാട്ടിലുള്ള വീട് പണിതതും കാറ് മേടിച്ചിരിക്കുന്നതും അല്ലെങ്കിൽ മക്കളുടെ വിവാഹം നടത്തിയതും ഒക്കെ. അവസാനം അയാളുടെ ആരോഗ്യം നശിച്ച് നാട്ടിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി വരാൻ നേരത്ത് സ്വന്തം ഭാര്യയും മക്കളും പറഞ്ഞത് ഞങ്ങൾക്ക് വേണ്ട എന്നാണ്. എന്നിട്ട് അവസാനം കൂടെ ജോലി ചെയ്യുന്നവരും അല്ലെങ്കിൽ ഈ മലയാളി പ്രവാസികളും ഒക്കെ തന്നെ വീണ്ടും പിരിവെടുത്തിട്ട് അവിടെ ഒമാനിലെ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ചികിത്സിക്കാനൊക്കെ നോക്കിയെങ്കിലും 1 മാസത്തിനപ്പുറം ഇയാളുടെ ജീവൻ നിലനിർത്താനായിട്ട് സാധിച്ചില്ല. അവിടെ തന്നെ മരിച്ചു. ഡെഡ് ബോഡി പോലും സ്വീകരിക്കാനായിട്ട് വീണ്ടും വീട്ടുകാർ തയ്യാറായില്ല. അയാൾ ഈ നാട്ടിൽ നിന്ന് പോയി അയാളുടെ കുടുംബത്തിന് വേണ്ടി ജീവിച്ചിട്ട് ഇവിടെ അയാളെ സ്വീകരിക്കാനായിട്ട് ഭാര്യയോ മക്കളോ പേരൻസോ ഒന്നും ഉണ്ടായിരുന്നില്ല. അനുഭവങ്ങൾ കൊണ്ടാണ് പലരും പാഠങ്ങൾ പഠിക്കുന്നത്. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചതായിരിക്കില്ല. എന്താണ് അയാൾ ചെയ്തത്? ഇവർക്ക് വേണ്ടി മാത്രം ജീവിച്ചു എന്നുള്ളൊരു തെറ്റാണ്. പല പ്രവാസികളുടെയും പോക്കറ്റ് കാലിയാവുന്നത് ഈ പറയുന്ന പ്രധാനപ്പെട്ട ചെലവുകൾ നടത്തുമ്പോഴോ വീട് പണിയുമ്പോഴോ കാറ് വാങ്ങുമ്പോഴോ ഒന്നുമല്ല. അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ നിങ്ങൾക്കോ ഒക്കെ എന്തെങ്കിലും മെഡിക്കൽ പ്രശ്നങ്ങൾ വരുമ്പോഴാണ്. ആശുപത്രി ബില്ലുകൾ നിങ്ങൾ തന്നെയാണ് ആ ചിലവൊക്കെ നോക്കേണ്ടത്. കാരണം നിങ്ങളുടെ കയ്യിലല്ലേ പണമുള്ളത്, നിങ്ങളാണല്ലോ ഗൾഫിലുള്ളത്. ഞാൻ അടക്കില്ല, എൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും നിങ്ങൾ പണം അടച്ചേ പറ്റൂ. പക്ഷെ ഇവിടെ ഒരല്പം ബുദ്ധി പ്രയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഒക്കെ നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വലിയ സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാവുന്നതേ ഉള്ളൂ. നാട്ടിലേക്ക് പൈസ അടയ്ക്കുന്ന ഒരു ATM മെഷീനായിട്ട് മാറുമ്പോഴും പല പ്രവാസികളെയും ഏറ്റവും അധികം തളർത്തുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് ഒരു ആശുപത്രി കേസ് വരുമ്പോൾ ഒന്നാമത്തെ കാര്യം അവർക്കൊപ്പം നാട്ടിൽ പോയി നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇതിനു പുറമെ വർഷങ്ങളായിട്ട് നിങ്ങൾ സമ്പാദിച്ചു വെച്ചതൊക്കെ ആശുപത്രി ബില്ലുകളുടെ രൂപത്തിൽ നഷ്ടപ്പെടുകയും ചെയ്യും. ഈ ഒരു അവസ്ഥ ഒഴിവാക്കാനാണ് നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കണമെന്ന് പറയുന്നത്. ബില്ല് കവർ ചെയ്യാൻ മാത്രമല്ല, നാട്ടിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ കാര്യങ്ങൾ നോക്കാൻ ഒരു ഡെഡിക്കേറ്റഡ് ഹെൽത്ത് മാനേജറുള്ള പ്ലാനുകളും നിങ്ങൾക്ക് എടുക്കാം. ഇവരുടെ ആപ്പിലെ SOS ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാനും ഡോക്ടറെ കാണിക്കാനും ഒക്കെ ഈ മാനേജർ നേരിട്ട് അവിടെ എത്തും. ഇത്തരം ഹെൽത്ത് പ്ലാനുകളുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് മാത്രമല്ല, മാതാപിതാക്കളുടെ ആരോഗ്യ വിവരങ്ങൾ ഈ മാനേജർ നേരിട്ട് ചോദിച്ചറിയുകയും കൂടാതെ അവരുടെ ഹെൽത്ത് റിപ്പോർട്ട് അപ്പോൾ നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. ഇനി നിങ്ങളെ കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയാൽ ലീവിന് നാട്ടിൽ വരുമ്പോൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ള ചികിത്സകളും സർജറികളും ഒക്കെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. നാട്ടിൽ ഇപ്പോൾ വലിയ അസുഖങ്ങൾക്ക് 50-60 ലക്ഷം രൂപയൊക്കെയാണ് ചിലവ് വരുന്നത്. സംശയമുള്ളവരെ നിങ്ങൾ ഏതെങ്കിലും നല്ലൊരു വലിയ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയെന്ന് അന്വേഷിച്ച് നോക്കുക. ഒരു ദിവസം അതിനുവേണ്ടി മെനക്കെടുക. അതുകൊണ്ട് നിങ്ങൾ ജീവിതകാലം മുഴുവനും
കഷ്ടപ്പെട്ടുണ്ടാക്കിയ സേവിങ്സ് മുഴുവൻ ആശുപത്രിയിൽ കൊണ്ട് കൊടുക്കാതിരിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഈ കാര്യം ഒന്ന് പരിഗണിക്കുക. ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ആരുടെയും മുഖം കറക്കേണ്ട കാര്യമില്ല. നിങ്ങളെ രക്ഷപ്പെടുത്താനുള്ള ഒരു കാര്യം പറഞ്ഞു തരുമ്പോൾ വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ ആർക്കും അതിനോട് താല്പര്യം ഉണ്ടാവില്ല. നേരെ മറിച്ച് ആവശ്യമില്ലാത്തതിനൊക്കെ നമ്മൾ പണം കൊടുക്കാൻ റെഡിയാണ്. ഹെൽത്ത് പ്ലാൻ എടുക്കാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതൊന്ന് ചെക്ക് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ഒരാളുടെ അനുഭവം പണ്ടും പറഞ്ഞതാണ്, എങ്കിലും ഒരിക്കൽ കൂടെ പറയാം. 3 മക്കളാണ് അവര്. അതായത് നടുക്കൊരു അനിയത്തിയുണ്ട്, ഏറ്റവും ഇളയതൊരു അനിയനുണ്ട്, മൂത്തയാളാണ് നമ്മുടെ നായകൻ. വളരെ ചെറുപ്പത്തിലെ ഗൾഫിൽ പോകുന്നു. പിന്നീട് വീട്ടിലെ ഓരോ ചെലവുകളും ഇയാൾ ഏറ്റെടുക്കുന്നു. എല്ലാ കാര്യങ്ങളും ഇയാളുടെ പണത്തിലാണ് ഓടുന്നത്. അവിടെ സാധാരണ ജോലികളാണ് ചെയ്യുന്നത്. അത്യാവശ്യം ഇൻകം വരാൻ തുടങ്ങിയപ്പോൾ തന്നെ ആ ഒരു ഇൻകം ഭാവിയിൽ കിട്ടുന്ന, അയാൾ ഇത്ര നാൾ ഗൾഫിൽ നിന്നാൽ എത്ര തുക ഉണ്ടാക്കുമോ അതും കൂടെ കണക്കുകൂട്ടി ലോൺ എടുക്കുന്നു. അങ്ങനെ വീട് പണിയുന്നു, കാറ് വാങ്ങുന്നു. വീട് അച്ഛന്റെ പേരിലായിരുന്നു, അതായത് ഉണ്ടായിരുന്ന വീട് പുതുക്കി പണിയുകയായിരുന്നു. പിന്നീട് കാർ എടുത്തതും ഇയാൾ നാട്ടിലില്ലായിരുന്നുകൊണ്ട് അനിയന്റെ പേരിലാണ് കാറും എടുത്തത്. പതുക്കെ പതുക്കെ കാലം കുറെ കഴിഞ്ഞപ്പോൾ ഇയാളുടെ കയ്യിൽ ഒന്നുമില്ല, അല്ലെങ്കിൽ ഈ ലോണും പലിശയും ഒക്കെ അടച്ചിട്ട് അയാളുടെ കയ്യിൽ ഒന്നുമില്ല. അയാളുടെ ഒരു വിവാഹത്തിന്റെ ഒക്കെ സമയമായപ്പോഴേക്കും വളരെ കഷ്ടപ്പെട്ട് അയാൾ അത് വളരെ ലളിതമായിട്ട് നടത്തേണ്ടി വരുന്നു. പിന്നീട് കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ വീണ്ടും ചിലവ് കൂടുന്നു. പതുക്കെ പതുക്കെ ഇയാൾ ഗതികേട് കൊണ്ട് വീട്ടുകാരോട് പല ആവശ്യങ്ങളും നിരസിച്ചപ്പോൾ, ഇനിയില്ല, എൻ്റെ കയ്യിൽ ഇത്രയധികം ബാധ്യതയുണ്ട്, എനിക്ക് ഓരോ കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇയാൾ ഒരു വലിയ കുറ്റവാളിയായി മാറി കുടുംബത്തിൽ. വളരെ ദാരിദ്ര്യത്തിൽ കിടന്നിരുന്ന ആ ഒരു കുടുംബം, കറവപ്പശു എന്നൊക്കെ പറയുന്ന പോലെ ഈ മൂത്ത മകൻ പുറത്തു പോയി കഷ്ടപ്പെട്ട് അവരൊരു നല്ല അവസ്ഥയിലെത്തുന്നു. നമ്മൾ ഈ വാഴ സിനിമയിൽ ഒരു അച്ഛൻ കഥാപാത്രം ഉണ്ടല്ലോ, അതുപോലെ മക്കൾ പുറത്തു പോയി കഷ്ടപ്പെടുന്നു. അച്ഛൻ ഇസ്തിരിയിട്ട ഡ്രസ്സും ഒക്കെ ആയിട്ട് പുറത്തോടെ കേമനായിട്ട് നടക്കുന്നു. പണം കൊടുത്തുകൊണ്ടിരുന്ന സമയത്തും അയാൾക്ക് ബോധമില്ലാതിരുന്നിട്ടൊന്നുമല്ല. കാരണം ആ വീട് അയാൾക്കുള്ളതല്ല, അനിയനുള്ളതാണെന്ന് അയാൾക്കറിയാം. കാരണം അയാൾ മൂത്ത പുത്രനാണ്, ഒന്നും അയാളുടെ പേരിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ അപ്പോഴൊക്കെ അയാൾ സ്വന്തം അമ്മയോടുള്ള ഒരു സ്നേഹം കാരണം, അല്ലെങ്കിൽ അമ്മ അവിടെയാണല്ലോ എന്നുള്ളൊരു ബലഹീനത കാരണമാണ് പല കാര്യങ്ങളും വീണ്ടും ചെയ്തിരുന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ ഒടുവിൽ അയാൾ ലോകത്തെ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന ആ അമ്മ പോലും അവനെ തള്ളി പറയുകയാണ്. എന്താണ് പുള്ളി ചെയ്ത തെറ്റ്? എല്ലാ ചെലവുകളും അയാൾ അത്ര നാളും ഒറ്റയ്ക്ക് നോക്കി എന്നുള്ളതാണ്. എന്നിട്ട് ഒരു ഒറ്റ പോയിന്റിൽ അയാൾ ഒരു നോ പറഞ്ഞപ്പോൾ അവരത്ര നാളും ചെയ്തിരുന്നതൊക്കെ അവർ മറക്കുകയും ഇതിനെല്ലാം പകരമായിട്ട് ശത്രുത കാണിക്കുകയും കുത്തുവാക്കുകൾ പറയുകയും ഒക്കെ ചെയ്യുന്നതാണ്. ലക്ഷക്കണക്കിന് പ്രവാസികൾ ഇത് കേൾക്കുന്നവരൊക്കെ അനുഭവിച്ചിട്ടുള്ള കാര്യമായിരിക്കും ഇത്. ജീവിതത്തിൽ അത്ര നാളും ഉണ്ടാക്കിയ നല്ലൊരു സമ്പാദ്യവും ഇവർക്ക് വേണ്ടി കൊടുത്ത അയാള് പിന്നീട് ഇപ്പോൾ നാട്ടിൽ ജീവിക്കുന്നത് ഒരു വാടക വീടാണ്. വാടകയ്ക്ക് ഫ്ലാറ്റിലും വീട്ടിലും ഒക്കെ മാറി മാറിയാണ് അയാൾ കുടുംബത്തോടെ, അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യമൊക്കെ കഷ്ടപ്പെട്ടാണ് മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഗൾഫിലെ ജോലിയും നഷ്ടപ്പെട്ടു. വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു സമയമായപ്പോഴേക്കും ഇയാളുടെ അനിയൻ ഗൾഫിലേക്ക് പോവുകയാണ്. അവൻ പോകുന്ന സമയത്തെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വീട്ടിലുണ്ട്, അല്ലെങ്കിൽ വേറെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല. കിട്ടുന്നത് മുഴുവൻ കയ്യിൽ സേവിങ്സ് ആയിട്ട് വെക്കാനായിട്ട് സാധിക്കും. പിന്നീട് അനിയനും വിവാഹം കഴിക്കുന്നു. ഇപ്പോൾ ഈ നാട്ടിലൊക്കെയുള്ള, അല്ലെങ്കിൽ ഇവരുടെ പേരൻസ് ആണെങ്കിലും പറഞ്ഞു നടക്കുന്നതും, അല്ലെങ്കിൽ ആ നാട്ടിലുള്ള ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ അനിയൻ മിടുക്കനാണ്, അവൻ എല്ലാ കാര്യങ്ങളും ചെയ്ത് വീടുണ്ട്, കാറുണ്ട്, കാര്യങ്ങളുണ്ട്, ജോലിയുണ്ട്, വിവാഹം കഴിച്ച് സുന്ദരമായിട്ട് ജീവിക്കുന്നു. ചേട്ടനാകട്ടെ വീട്ടിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് എവിടെയോ പോയി വാടകയ്ക്ക് നിൽക്കുന്നു, ജോലി നഷ്ടപ്പെട്ടു. ഇങ്ങനെയാണ് നാട്ടുകാർ നോക്കുമ്പോൾ കാണുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത്. ഇവിടെ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഈ മൂത്ത പുത്രന്റെ കയ്യിൽ തന്നെയാണ്. കാരണം പാത്രം അറിഞ്ഞ് വിളമ്പുക. ആദ്യം അവനവന്റെ കാര്യം സെക്യൂർ ആയിട്ട് വേണം മറ്റുള്ളവരുടെ കാര്യം നോക്കാൻ. അത് നിങ്ങളുടെ പേരൻസ് ആണെങ്കിലും മക്കളാണെങ്കിലും ഭാര്യയാണെങ്കിലും. ഇന്നും ഗൾഫിലുള്ള പലരും ഭാര്യയുടെ ഒക്കെ പേരിൽ വീടും സ്ഥലവും ഒക്കെ മേടിച്ചിടുന്നത് കണ്ടിട്ടുണ്ട്. ഈ ഗൾഫിലെ പ്രവാസികളുടെയൊക്കെ കഷ്ടപ്പാടൊക്കെ പറയുമ്പോൾ പലരും പത്തേമാരി എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ സിനിമയാണ് ഓർക്കുന്നത്. എന്നാൽ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ, പത്തേമാരിയിൽ മമ്മൂട്ടി ജീവിച്ചതുപോലെ എങ്കിലും ജീവിച്ചവരൊക്കെ ഭാഗ്യവാന്മാരാണ്. ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോമിൽ പറയാൻ കൊള്ളാവുന്ന കാര്യങ്ങൾ പോലുമല്ല. എന്നാൽ പരമാവധി മയത്തിൽ മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാം. അതായത് ഈ ഗൾഫ് രാജ്യങ്ങളിൽ പോയി നിൽക്കുന്ന പല ആളുകൾക്കും, അതായത് അവർ വിവാഹം കഴിച്ചവരാണെങ്കിലും, അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, അവിടെ മിക്കവാറും മറ്റൊരു റിലേഷൻ ഉണ്ടാകുന്നത് കൂടി വരികയാണ്. കാരണം നാട്ടിലുള്ള പല ഭർത്താക്കന്മാർക്കുമൊക്കെ ഇപ്പോൾ ഭാര്യമാര് നല്ലൊരു ജോലി വിദേശത്തുള്ളവരാണെങ്കിൽ അവരെ ഗൾഫിൽ കൊണ്ട് നിർത്തുക, അവർക്ക് കാശ് മാത്രം മതി. ഇവര് നോക്കുമ്പോൾ എന്താണ്, എല്ലാവരുടെയും കാര്യമല്ല, പക്ഷെ ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. പറയുന്ന കാര്യങ്ങൾ ചിലർക്ക് തെറ്റിദ്ധാരണയോ വേദനയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കുക. ഇതൊക്കെ ധാരാളമായിട്ട് നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഇവര് നോക്കുമ്പോൾ എന്താണ്, വീട്ടുകാർക്ക് അല്ലെങ്കിൽ ഭർത്താവിന് കാശ് മാത്രം അയച്ചു കൊടുത്താലും മതി. തങ്ങളെ ഒരു മെഷീനാക്കി മാറ്റുകയാണ്, ATM മെഷീൻ പോലെ. അവരെന്താണ് ചെയ്യുക, ഈ പണം അയച്ചു കൊടുക്കും. എന്നിട്ട് ഈ പറയുന്ന രാജ്യങ്ങളിൽ അവർക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ ജീവിക്കും. ഭർത്താവിൽ നിന്നോ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നോ തങ്ങൾക്ക് കിട്ടാത്ത സ്നേഹമൊക്കെ അവിടെ കൊടുക്കാനായിട്ട്
ആളുണ്ടാവും, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക്. ഈ രീതിയിൽ ജീവിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിലും ഒക്കെ ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഇതുപോലെ നേരെ തിരിച്ചും ഭർത്താക്കന്മാരുടെ പണം മാത്രം മതി, അത് പണ്ട് മുതലേ ഉള്ളതാണ്. അതായത് ഭർത്താവ് ഗൾഫിലായിരിക്കും, ഇവിടെ സുഖമായിട്ട് ജീവിക്കുക. ഈ ഭർത്താവ് തന്നെ നോക്കുമ്പോൾ എന്താണ്, ഇയാൾക്ക് വേറെ ഒരു സന്തോഷവും ഇല്ല ജീവിതത്തിൽ. ഒരു ആഘോഷത്തിനോ ഒരു ഉത്സവത്തിനോ പള്ളിപ്പെരുന്നാളിനോ കല്യാണത്തിനോ പോലും കൂടുക ഇതൊന്നും വലിയ സംഭവമൊന്നുമല്ല. പക്ഷെ അതുപോലും നിഷേധിക്കപ്പെട്ട് ഇതിന്റെയൊക്കെ ഫോട്ടോസും വീഡിയോകളും ഒക്കെ ഫോണിലൂടെ കണ്ട് മാത്രം ഏത് നേരവും ഡ്യൂട്ടി. വീട്ടുകാർക്കാണെങ്കിൽ കാശിന്റെ കണക്കുകൾ മാത്രമേ പറയാനുള്ളൂ, ഇത് അയച്ചു കൊടുക്കുക മാത്രമാണ് ഇയാളുടെ പണി. ഇയാൾക്ക് എന്തെങ്കിലും ഒരു സന്തോഷം വേണ്ടേ? അതായത് ഭാര്യ അടുത്തില്ല, മക്കളടുത്തില്ല, തിരിച്ചു ചെല്ലുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും മുഖം കറക്കും. അയാൾ അവിടെ എന്ത് ചെയ്യും പിന്നീട്? ഈ പറയുന്നത് പോലെ അവിടെ മറ്റൊരു റിലേഷൻ, അതായത് പറയുമ്പോൾ അവിഹിതമാണ് എന്നൊക്കെ പറഞ്ഞാലും ഇതിന്റെയൊക്കെ കാര്യങ്ങൾ പോകുന്നത് ഇങ്ങനെയാണ്. അതാണും പെണ്ണും വ്യത്യസ്തരല്ല ഇന്ന്. പലരും ഇന്ന് യൂറോപ്പിനെയൊക്കെ കുറ്റം പറയാറുണ്ട്, അല്ലെങ്കിൽ +2 കഴിഞ്ഞ ഉടനെ പിള്ളേരൊക്കെ അങ്ങോട്ട് കയറി പോയിട്ട് കുത്തഴിഞ്ഞ ജീവിതമാണ് നയിക്കുന്നത്. ഇതൊക്കെ ഇതിന്റെ അപ്പുറത്തെ രീതിയിൽ എന്ന് മുതലേ ഗൾഫിൽ തുടങ്ങിയതാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഗൾഫുകാരന്റെ കുടുംബം ഇവിടെ ഒറ്റയ്ക്കായിരിക്കും. അപ്പോൾ നാട്ടിലെ ഭാര്യയ്ക്കോ ഭർത്താവിനോ ഒക്കെ പല അവിഹിതങ്ങളും ഉണ്ടാകാം എന്നുള്ള കഥകളൊക്കെയാണ്. അല്ലെങ്കിൽ പണ്ട് പട്ടാളക്കാരന്റെ ഭാര്യ എന്നൊക്കെയുള്ള ഒരു പ്രയോഗം വരുന്നത് പോലെയാണ് ഗൾഫുകാരന്റെ ഭാര്യ എന്നൊക്കെ ഒരു കാലത്ത് ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് നാട്ടിലെ കാര്യമാണ്. എന്നാൽ നാട്ടിലുള്ള അതേ അവസ്ഥ തന്നെയാണ് പുറത്ത് ഈ രാജ്യങ്ങളിൽ ഉള്ളത് എന്ന് പലരും മനസ്സിലാക്കുന്നില്ല. അതായത് പണം മാത്രം മതി ജീവിതത്തിൽ എന്ന് നിങ്ങൾക്ക് തീരുമാനിച്ചാൽ നിങ്ങൾക്ക് നഷ്ടമാകുന്നത് വേറെ പലതുമാണ്. പണം മാത്രം വാങ്ങി കീശയിൽ വെച്ചിട്ട് സ്നേഹം നിങ്ങൾ കൊടുക്കാതിരുന്നാൽ അത് കൊടുക്കാനായിട്ട് വേറെ ആളുകൾ 100 പുറത്ത് നിൽക്കുന്നുണ്ട്. അത് മാത്രം മനസ്സിലാക്കുക. അത് വിവാഹം കഴിച്ചവർ പ്രത്യേകിച്ച് മനസ്സിലാക്കുക. അതുപോലെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറെ അധികം നാട്ടു നടപ്പുകളുണ്ട്. അതായത് ഗൾഫിലാണ് ഒരുത്തനെങ്കിൽ അവൻ തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ കുറെ ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരണം, എല്ലാവർക്കും അതും ഇതും ഒക്കെ കൊടുക്കണം, കുറെ പേർക്ക് കുപ്പി കൊണ്ട കൊടുക്കണം. ഇതിനെയൊക്കെ പരസ്യമായിട്ട് വെല്ലുവിളിക്കാനുള്ള ഒരു തൻ്റെടം നിങ്ങൾ കാണിച്ചാൽ തന്നെ ജീവിതത്തിൽ രക്ഷപ്പെട്ടു എന്ന് പറയാം. കുറെ പേരുടെ മുഖം കറക്കും, അത് കാണാനുള്ള ധൈര്യം ഉണ്ടാകണം. പിണങ്ങി പോകുന്നവർ പോട്ടെ എന്ന് വെക്കാനുള്ള ഒരു തൻ്റെടം കാണിക്കണം. അതായത് നാട്ടിൽ നല്ലതുപോലെ ഏൺ ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ജോലിയുള്ള ഒരാളോ അല്ലെങ്കിൽ നല്ലൊരു പ്രൈവറ്റ് ജോലിയുള്ള ഒരാളോ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്ത് ഒരുപാട് റിച്ച് ആയിട്ടുള്ള ഒരാളോ അവരുടെ നേരെ ഒന്നും നമ്മൾ ഇങ്ങനെയുള്ള നാട്ടുനടപ്പുകൾ വെക്കുന്നില്ലല്ലോ. അവർ ഇത്ര മാസം കൂടുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ ചെലവ് ചെയ്യണം, ഇന്നതൊക്കെ കൊണ്ടുവന്ന് തരണം, എന്തെങ്കിലുമൊക്കെ ആവശ്യം അവരോട് തന്നെ ചെന്ന് പറയണം, അവർ തന്നെ സഹായിച്ചു കൊള്ളണം. ഇതൊന്നും ബാക്കിയുള്ളവർക്ക് ബാധകമല്ലല്ലോ. ഈ ഗൾഫുകാർക്ക് മാത്രം എന്താണ് ഇത്ര വലിയ പ്രത്യേകത? ഗൾഫിൽ ജോലിയുള്ളവരെല്ലാം ലക്ഷങ്ങൾ സമ്പാദിക്കുന്നവരാണോ? നമ്മുടെ കേരളത്തിന്റെ ഒരു വർഷത്തെ ടോട്ടൽ റവന്യൂ നോക്കിയാൽ അതിന്റെ 2 ഇരട്ടി വരും ഗൾഫിൽ നിന്ന് വരുന്ന NRI റെമിറ്റൻസ്. ഇത്രയും പണമാണ് പ്രവാസികളെല്ലാം കൂടെ. നമ്മുടെ GSDPയുടെ തന്നെ നല്ലൊരു ശതമാനവും ഈ ഗൾഫിൽ നിന്ന് വരുന്ന പണമാണ്. ഇതേ പണം ഉപയോഗിച്ചാണ് നമ്മളിവിടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് പോലും ശമ്പളം കൊടുക്കുന്നതും എന്ന് വേണമെങ്കിൽ പറയാം. ഈ പണം എടുത്ത് മറിക്കാനില്ലെങ്കിൽ കേരളം ഇല്ല. ഇവിടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കും അല്ലെങ്കിൽ വയോധികർക്ക് പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിൽ പോലും എല്ലാവർക്കും വലിയ ശുഷ്കാന്തിയാണ്. ഈ NRIകളുടെ കാര്യത്തിൽ ഇത്രയും ലക്ഷക്കണക്കിന് പ്രവാസികൾ ഗൾഫിലുണ്ടായിട്ട് ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ക്ഷേമ പദ്ധതി തുടങ്ങാനായിട്ട് അല്ലെങ്കിൽ അത് കാര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആർക്കും താല്പര്യമില്ല. കാരണം അവർ ഗൾഫുകാരാണ്, അവരുടെ കയ്യിൽ ഇട്ടുമൂടാൻ കാശുണ്ട് എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ് പലരുടെയും മനസ്സിൽ. യഥാർത്ഥത്തിൽ പല പ്രവാസികളും വെറും കറവ പശുക്കളാണ്, ATM മെഷീനുകൾ മാത്രമാണ്. അവരുടെ ജീവിതം നരകിച്ചാണ് ജീവിക്കുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി തേഞ്ഞു തീരുന്ന ടയറുകൾ പോലെ. ഈ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന പലരും ഇന്നും സാധാരണ ജോലികളാണ് ചെയ്യുന്നത്. നമ്മുടേതുപോലെയുള്ള കാലാവസ്ഥ പോലുമല്ല. കൊടും ചൂടത്തും തണുപ്പത്തും ഒക്കെ ഇങ്ങനെ മാറി മാറി ജോലി ചെയ്ത് ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ തന്നെ ഇവരുടെ ഹെൽത്ത് ആകെ മോശമായിട്ടുണ്ടാകുമെന്നുള്ളതാണ്. പ്രവാസികളൊക്കെ യഥാർത്ഥത്തിൽ ആദ്യം ചെയ്യേണ്ട കാര്യം അവനവന് വേണ്ടി, അതായത് കുടുംബാംഗങ്ങളൊക്കെ രണ്ടാമത് നിൽക്കട്ടെ, അവനവന് വേണ്ടി. കാരണം നിങ്ങളാണ് പുറത്തു പോയി ഈ ആരോഗ്യം നശിക്കുന്ന രീതിയിലുള്ള ജോലി ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുക എന്നുള്ളതാണ്. ഫാമിലിക്ക് വേണ്ടി എടുത്താലും അത് നിങ്ങൾക്ക് തന്നെയാണ് ഉപകാരപ്പെടുക. എന്നാൽ ഇതിന്റെ ഏറ്റവും പ്രധാന ആവശ്യം വരാൻ പോകുന്നത് നിങ്ങൾക്ക് തന്നെയാണെന്ന് മനസ്സിലാക്കുക. മിക്ക പ്രവാസികളും ഈ ഗൾഫിലൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ കാര്യമായ സന്തോഷങ്ങൾ പോലുമില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് ആകെപ്പാടെ നാട്ടിലേക്ക് വരുമ്പോൾ ഇവിടെയുള്ള ഈ നാട്ടുകാർക്ക് വേണ്ടി ഇങ്ങനെ വാരിക്കോരി കൊടുക്കുന്നത്? അതിന്റെ യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾക്ക് എന്ത് തിരിച്ചു കിട്ടിയിട്ടാണ്? നിങ്ങളോട് നന്ദിയുള്ളവർക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരം ചെയ്തിട്ടുള്ളവർക്കും നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കും ഒക്കെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊള്ളുക. പക്ഷെ അർഹിക്കുന്നവർക്ക് വേണം കൊടുക്കാൻ. വേണ്ടപ്പെട്ടവർക്ക് പോലും കൊടുക്കുന്നത് എങ്ങനെയായിരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. ഇതിങ്ങനെ പറയുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു ഭാഗ്യവാന്മാര്. ജീവിതം കൊണ്ട് ഇത് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതായത് കൊടുക്കുന്നവരെന്നും കൊടുത്തുകൊണ്ടേയിരിക്കും, വാങ്ങിക്കുന്നവരെന്നും വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. ഈ കൊടുക്കുമ്പോഴുള്ള സന്തോഷം മാത്രമേ ഉള്ളൂ. അത് ആർക്കാണെങ്കിലും കൈ നീട്ടി അങ്ങ് വാങ്ങുമ്പോൾ എല്ലാവരുടെയും മുഖം തെളിയും.
നിങ്ങളുടെ മുഖം തെളിയും. പക്ഷേ ഒരു തവണ അതൊന്ന് മുടക്കി നോക്കുക. നിങ്ങൾക്കില്ലാത്ത സമയത്തും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സമയത്തും ഒക്കെ ആരാണ് കൂടെ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാനെങ്കിലും അത് ഉപകരിക്കും. ഇതെല്ലാം പറയുമ്പോൾ ഈ ഗൾഫുകാരെ പൂർണ്ണമായിട്ട് വെള്ളപൂശുകയല്ല. അതായത് നിങ്ങൾ എന്തിന് ഗൾഫിൽ പോയി എന്നുള്ളൊരു ചോദ്യം കൂടെ ഉണ്ട്. വളരെ പഴയ കാലത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സമ്പാദിക്കാൻ ഗൾഫ് എന്നുള്ളൊരു ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. നാട്ടിലെ ജോലികളൊക്കെ ചെയ്താലും അതിൽ നിന്ന് കാര്യമായിട്ടൊന്നും കിട്ടുമായിരുന്നില്ല. ഇന്നും വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ചിട്ടുള്ള ഒരു ശമ്പളവും നമ്മുടെ കേരളത്തിൽ കിട്ടാനും പോകുന്നില്ല. എന്നാൽ ഇവിടെ നിൽക്കുന്നതിനേക്കാളും അത്രമാത്രം വലിയ പ്രയോജനം ഉണ്ടായിട്ടല്ല പലരും ഇന്ന് ഗൾഫിലേക്ക് പോകുന്നത്. നാട്ടില് ഗൾഫിലാണ് എന്നുള്ള ആ ഒരു പഴയ ഇമേജ് ഇപ്പോഴും കീപ്പ് ചെയ്തു വരുന്ന ഒരു ശീലം, അല്ലെങ്കിൽ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ പിന്നീട് വിവാഹവും കാര്യങ്ങളും ഒക്കെ നടക്കും എന്നുള്ളത് കൊണ്ട് ആളുകളുടെ മുൻപിൽ വില കിട്ടാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവിതം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഹോമിക്കുകയാണ്. നിങ്ങൾ യൂറോപ്പിലോ ഗൾഫിലോ പോവുക, പക്ഷെ അത് അത്രമാത്രം പ്രയോജനം ഉണ്ടെങ്കിൽ മാത്രം. നാട്ടിൽ 20,000 രൂപ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഒരുത്തന് 1,00,000 രൂപയെങ്കിലും മിനിമം പുറത്ത് കിട്ടുമെങ്കിൽ മാത്രമേ അവൻ പോയിട്ട് കാര്യമുള്ളൂ. അല്ലാതെ 20,000 രൂപയ്ക്ക് ഇവിടെ പണിയെടുത്തുകൊണ്ടിരുന്ന ഒരാൾക്ക് 40,000 രൂപ ഗൾഫിൽ കിട്ടും എന്ന് കരുതി പോകുന്നവരാണ് ഇന്ന് ഭൂരിഭാഗവും. അതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഇങ്ങനെ നിങ്ങൾ പോയി കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ്? ഇനി സമൂഹത്തിൽ ഒരു സ്റ്റാറ്റസ് ആയി, അല്ലെങ്കിൽ വിവാഹം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇനി നല്ലതുപോലെ നടക്കും. പക്ഷേ പിന്നീട് അങ്ങോട്ട് നിങ്ങൾ പെടാൻ പോകുന്നത് ഒരു ഗൾഫ് ലൂപ്പിലാണ്. പിന്നെ ഒരു തിരിച്ചുപോക്കില്ല എന്നുള്ളതാണ്. ആളുകളുടെ മുൻപിൽ വില കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഹോമിക്കേണ്ടി വരും. കാരണം നിങ്ങളുടെ സ്റ്റാറ്റസ് ആകെ മാറി. നിങ്ങളൊരു ATM മെഷീനായിട്ട് മാറി. അവനവനെ ബോധിപ്പിച്ചുകൊണ്ടും അവനവന്റെ സന്തോഷവും കംഫർട്ടും നോക്കി ജീവിക്കുന്നവർക്ക്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് അത്രമാത്രം ഒരു ഇച്ഛാശക്തി ഉള്ളവർക്ക് ഗൾഫിലാണെങ്കിലും നാട്ടിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും ഒക്കെ സുന്ദരമായിട്ട് ജീവിക്കാൻ സാധിക്കും. നിങ്ങൾ ആരുടെ മുൻപിലാണോ വിലയുണ്ടാക്കാൻ നോക്കുന്നത് ആ ആളുകളെ തന്നെ ഒന്ന് നിരീക്ഷിക്കുക. അവരെല്ലാം അട്ടർ ഫെയിലിയേഴ്സ് ആയിരിക്കും. അങ്ങനെയുള്ള നാട്ടുകാരുടെ അടുത്താണ് നിങ്ങൾ അവരെ പോലെ അല്ല, ഞാൻ ഇത്തിരി കൂടി കൂടിയ ആളാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ മണ്ടത്തരങ്ങളിലേക്കും പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും നല്ല ഗുണവശങ്ങൾ അനുഭവിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അത് കഴിഞ്ഞാണ് മറ്റാരാണെങ്കിലും. ഇതൊന്നും അല്ലാതെ വലിയ തത്വങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് ജീവിച്ച ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെയാണ് ഈ മരിച്ചു കഴിയുമ്പോൾ ഡെഡ് ബോഡി പോലും വേണ്ട എന്ന് വീട്ടുകാർ, ഭാര്യയും മക്കളും പറയുന്നതും, അല്ലെങ്കിൽ പേരൻസ് പോലും ഒക്കെ പറയുന്നവര്. അവരൊക്കെ ഇതൊന്നും അല്ല, മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ചവരാണ്. അവനവനെ തന്നെ മറന്ന് സ്വയം എല്ലാവർക്കും വീതിച്ചു കൊടുത്തവരാണ്. എന്നിട്ട് അവസാനം ഇങ്ങനെയും. ഞാൻ പറയുന്നത് അവർ ഈ പറയുന്ന വീട്ടുകാരെയൊക്കെ വഷളാക്കിയതാണ്. അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പാത്രം അറിഞ്ഞ്, അല്ലെങ്കിൽ കൊടുക്കുന്നതിന്റെ വില അറിയിച്ച് വേണം കൊടുക്കാൻ. പണ്ട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ കാര്യം, അന്ന് അതൊന്നും മനസ്സിലായില്ല. ഇപ്പോഴാണ് കൂടുതൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. എന്നെക്കാളും പ്രായമുള്ള ആളാണ്. പുള്ളി നാട്ടിൽ നിന്നിട്ട് അത്യാവശ്യം സാലറി ഒക്കെ ഉണ്ടെങ്കിലും വിവാഹമൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് ഗൾഫിലേക്ക് പോയി. ഇവിടെ നിന്ന് കിട്ടുന്നതിന്റെ ഇരട്ടി ഉണ്ട് എന്നുള്ളൊരു ആശ്വാസത്തിലാണ് പോയത്. പക്ഷേ പിന്നീടാണ് കാര്യങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിയത്. നാട്ടിലായിരുന്നപ്പോൾ പകുതിയെങ്കിലും സേവ് ചെയ്യാൻ സാധിക്കുമായിരുന്നെങ്കിൽ അവിടെ ഗൾഫിൽ ചെന്നപ്പോൾ കയ്യിലുള്ളതും ചെലവാക്കിയിട്ട് പിന്നീട് മിച്ചമുള്ളത് കടമെടുക്കേണ്ട ഒരു അവസ്ഥയായി. എന്തുകൊണ്ട് എന്നുള്ളതൊക്കെ പ്രവാസികൾക്ക് മനസ്സിലാവും. പക്ഷെ പുള്ളിയുടെ പ്രധാന ഉദ്ദേശം നടന്നു കിട്ടിയിരുന്നു. കാരണം വിവാഹം നടന്നു. ഗൾഫിലാണ്, നല്ല ജോലിയാണ് എന്നുള്ളൊരു ഇമേജ് വന്നോടെ പെട്ടെന്ന് കല്യാണം നടന്നു. പിന്നീട് കുട്ടികളൊക്കെയായി. പിന്നീട് അങ്ങോട്ടാണ് പുള്ളി മനസ്സിലാക്കുന്നത് ഈ പറയുന്ന പെണ്ണ് കിട്ടാതെ നിൽക്കുക എന്നുള്ളത് വെറും വിരാട യുദ്ധമാണെങ്കിൽ പെണ്ണ് കെട്ടിയതിന് ശേഷമാണ് കുരുക്ഷേത്ര യുദ്ധം ആരംഭിക്കുന്നത് എന്നുള്ളത്. പണ്ട് ആ ഒരു ഒറ്റ ചോദ്യത്തെ മാത്രം നേരിട്ടാൽ മതിയായിരുന്നു. എന്നാൽ ഇന്ന് 100 കൂട്ടം ചോദ്യങ്ങൾ വേറെയും നേരിടണം. ഉള്ളിലുള്ള സമാധാനവും പോയി. സാമ്പത്തികമായിട്ട് 100 കൂട്ടം പ്രശ്നങ്ങളാണ്. ഇതൊക്കെ എങ്ങനെയെങ്കിലും സഹിച്ച് മുന്നോട്ട് പോകുമ്പോഴായിരിക്കും റിലേഷൻഷിപ്പിൽ നിന്ന് പല പ്രശ്നങ്ങളും ഒക്കെ വരുന്നത്. അയാൾ പറയുന്നതനുസരിച്ച് ഇവിടെ നാട്ടില് വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച് ജീവിച്ചിരുന്ന ഒരു സമയമുണ്ടല്ലോ, അതാണ് ജീവിതത്തിലെ യഥാർത്ഥത്തിൽ ഏറ്റവും സന്തോഷം ഉണ്ടായിരുന്ന സമയമെന്ന് ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് എന്ന്. നിങ്ങളിപ്പോൾ ഒരു പ്രവാസിയായിട്ട്, ഒരു ചെറുപ്പക്കാരനായിട്ട് പുറത്തു പോയി സമ്പാദിച്ച് തുടങ്ങിയതേ ഉള്ളൂ എങ്കിൽ, പ്രവാസിയാണോന്നൊന്നും ഇല്ല കേട്ടോ, അതായത് നിങ്ങൾ നാട്ടിൽ നിന്നാണെങ്കിലും ഒരു ഇൻകം ഒക്കെ നിങ്ങളുടെ കയ്യിൽ വന്ന് തുടങ്ങിയ സമയമാണെങ്കിൽ, അങ്ങനെയുള്ളവർക്ക് നൽകാനുള്ള ഏറ്റവും നല്ലൊരു ഉപദേശം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ പണം വരുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലാണെങ്കിലും പലയിടത്തുമൊക്കെ പല ചിലവുകളും ഏറ്റെടുത്ത് നടത്താനായിട്ട് തുടങ്ങും. ഇന്ന കാര്യം ഞാൻ ചെയ്യാം, അത് ഞാൻ ചെയ്യാം, ഇത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പതുക്കെ പതുക്കെ ഇതെല്ലാം നിങ്ങൾ അങ്ങ് ഏറ്റെടുക്കുകയാണ്. അങ്ങനെ അധികം വൈകാതെ ഇതെല്ലാം നിങ്ങളുടെ ഉത്തരവാദിത്തമായിട്ട് മാറും. അങ്ങനെ ആവരുത്. ഇടയ്ക്കൊക്കെ നിങ്ങൾ ഈ ശീലം മാറ്റണം. അതായത് 80% നിങ്ങൾ നോക്കിക്കൊള്ളുക, 20% മറ്റവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കറവ പശുവായിട്ട് മാറും. വിശദമായിട്ട് പറയാൻ പോയാൽ വീഡിയോയുടെ ദൈർഘ്യം കൂടി പോകും. അതുകൊണ്ട് ഒരു ഉദാഹരണം പറയാം. ഒരുപാട് പണ്ട് ഞാനൊക്കെ ഒരു ബൈക്ക് ഓടിച്ച് തുടങ്ങിയ ഒരു കാലത്ത് ഞാനൊരു പുള്ളിക്കാരന് ലിഫ്റ്റ് കൊടുക്കുമായിരുന്നു. അതായത് പുള്ളി ഇങ്ങനെ നടന്ന് കഷ്ടപ്പെട്ടൊക്കെ പോകുന്ന കാണുമ്പോൾ നമ്മൾ വലിയ കാര്യത്തിൽ
വിളിച്ച് ലിഫ്റ്റ് കൊടുക്കും. പിന്നെ അതൊരു പതിവായി. ആദ്യമൊക്കെ പുള്ളിക്ക് വളരെ ഹാപ്പി ആയിരുന്നു, ഞാൻ ഹാപ്പി ആയിരുന്നുവെങ്കിൽ പിന്നീട് ഇത് എൻ്റെ ഒരു കടമ പോലെയായി. പിന്നെ അയാൾ കൽപ്പിക്കാൻ തുടങ്ങി, വാടാ വണ്ടി എടുക്ക് പോട്ടെ, ഇപ്രാവശ്യം എന്നെ അവിടെ കൊണ്ടു ഇറക്കണം എന്ന് ഇങ്ങോട്ട് കൽപ്പിക്കുന്ന രീതിയിലായി. പിന്നീട് ഒരു തവണ ഇത് ശരിയല്ല എന്ന് മനസ്സിലാക്കി നമ്മൾ പ്രതികരിച്ച് ലിഫ്റ്റ് കൊടുക്കാതിരുന്നപ്പോൾ പിന്നെ നമ്മൾ ആ നാട്ടിലെ ഒരു മോശം പയ്യനായിട്ട് മാറി. അവൻ എന്നെ ഒന്ന് കയറ്റിക്കൊണ്ട് പോയാൽ എന്താണ്, കൈ കാണിച്ചാൽ പോലും നിർത്തില്ല, അവൻ്റെ സ്വഭാവം ശരിയല്ല. എന്താണ് നമ്മൾ ചെയ്ത തെറ്റ്? അങ്ങോട്ട് ചോദിച്ച് ലിഫ്റ്റ് കൊടുത്തതാണ്. എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? എപ്പോഴും അങ്ങനെ ലിഫ്റ്റ് കൊടുക്കരുതായിരുന്നു, ഇടയ്ക്കൊക്കെ കൊടുക്കുക. പിന്നെ ഇങ്ങോട്ട് ചിലതും, അല്ലെങ്കിൽ ഇപ്രാവശ്യം എനിക്ക് എവിടം വരെ പോകണം എന്ന് പറയുമ്പോൾ ഞാൻ അവിടം വരെ ഇല്ല, ഇവിടെ ഇറക്കി തരാം എന്നൊക്കെ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ അയാളും മര്യാദക്കാരനായിട്ട് പോയനെ, നമുക്കും പ്രശ്നമില്ലാതെ പോയനെ. ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇതൊക്കെ പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കണം, പണം ചെലവഴിക്കണം, അത് നിങ്ങളുടെ ഉത്തരവാദിത്വം കൂടെയാണ്. അവരാണ് നിങ്ങളെ വളർത്തിയത്. പക്ഷേ പാത്രം അറിഞ്ഞ് വിളമ്പുക എന്നുള്ളൊരു കാര്യമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നന്ദിയില്ലാതെ പലരും പെരുമാറുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്നതിന്റെ വില അവരെ അറിയിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. അല്ലാതെ ചോദിക്കുന്ന പാടെ തന്നെ നിങ്ങളെല്ലാം കൊടുത്തുകൊണ്ടിരുന്നാൽ ഇതാകും അവസ്ഥ. നിങ്ങൾ ഈ കൊടുക്കുന്നവരെ തന്നെ വഷളാക്കുകയാണ് എന്ന് പറയാം. ഒരു ഉപമ പറഞ്ഞാൽ, ചെന്നായ്ക്കളോ നായയോ കുറുനരിയോ ഒന്നും പിടിക്കാതെ ആടുകളെ, ആട്ടിൻകൂട്ടങ്ങളെ ഇടയൻ എപ്പോഴും പരിപാലിക്കുന്നു. ആടുകൾക്കൊക്കെ ഇടയനോട് വലിയ സ്നേഹവുമായിരിക്കും അതുകൊണ്ട്. കാരണം ഇര പിടിക്കുന്ന ഈ ശത്രുക്കളിൽ നിന്നൊക്കെ ഇടയനാണ് അവരെ രക്ഷിക്കുന്നത്. പക്ഷേ ഒട്ടുമിക്ക ആടുകളും അവസാനം ഇടയന്റെ തന്നെ ഭക്ഷണമാകുന്നതാണ് പതിവ്. അതായത് ഈ ചെന്നായ്ക്കളൊന്നും ആയിരിക്കില്ല പിടിച്ചു നിന്നത്, അവസാനം ഇതിനെ ഭക്ഷണമാക്കി കഴിക്കാൻ പോകുന്നത് ഇതേ ഇടയൻ തന്നെയായിരിക്കും എന്ന് പറയാറുണ്ട്. പല കുടുംബങ്ങളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. അപ്രിയ സത്യങ്ങളാണ്, എന്നാൽ ഇതൊരു ഫാക്റ്റാണ്. നിങ്ങൾ ആർക്കു വേണ്ടിയാണോ ജീവിച്ചത് അവര് തന്നെയായിരിക്കും നിങ്ങളോട് അവസാനം ഏറ്റവും വലിയ നന്ദികേട് കാണിക്കാനുള്ള സാധ്യത. ഇവിടെ ഒരു ഭാഗത്തെ മാത്രം കുറ്റപ്പെടുത്തിയാൽ പോരാ. എൻ്റെ തന്നെ ഒരു ചെറിയ അനുഭവം പറയുകയാണെങ്കിൽ, അത്യാവശ്യം കയ്യിൽ കാശൊക്കെ ഉള്ളൊരു സമയത്ത് ചില കൂട്ടുകാരുടെയൊക്കെ ആവശ്യങ്ങളും അല്ലെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ കൈമൈ മറന്ന് കയ്യിൽ നിന്ന് കാശെടുക്കുക. കാരണം നമ്മുടെ കയ്യിൽ ഇൻകം ഉണ്ട്, അവരുടെ കയ്യിൽ ഒന്നും ഇല്ല എന്ന് നമുക്കറിയാം. പക്ഷെ ഒരു സന്തോഷം പോലെ കൊടുത്തിരുന്ന ഈ പണമൊക്കെ അവരുടെ അവകാശങ്ങളായിട്ട് അവർ പതുക്കെ കാണാൻ തുടങ്ങി. പിന്നീട് പല ചതിയും വഞ്ചനയും നന്ദിയില്ലായ്മയും ഒക്കെ ഇവരുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാവുകയാണ്. പിന്നീട് അവർക്ക് ആ കിട്ടിയിരുന്നതിൻ്റെയൊക്കെ വില മനസ്സിലാകുന്നത് നമ്മൾ അതിൽ നിന്ന് മാറി നിന്നപ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ ആ സൗഹൃദം ഉപേക്ഷിച്ചപ്പോൾ മാത്രമാണ് എന്താണ് പണ്ട് തങ്ങൾക്ക് കിട്ടിയിരുന്നത് എന്നിവർ മനസ്സിലാക്കുന്നത്. കൂട്ടുകാരുടെയൊക്കെ കാര്യം പറഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഒരു പാഠം പഠിപ്പിക്കാനോ അല്ലെങ്കിൽ മാറി നിൽക്കാനോ ഉള്ള ഒരു സാഹചര്യമെങ്കിലും ഉണ്ട്. എന്നാൽ സ്വന്തം ഭാര്യയുടെയോ മക്കളുടെയോ കുടുംബക്കാരുടെയോ പേരൻസിൻ്റെയോ അടുത്ത് ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻ പോലും ഇല്ല. പ്രവാസികൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്തു വെക്കേണ്ട കാര്യത്തെക്കുറിച്ച് നമ്മൾ വീഡിയോയുടെ ഇടയിൽ പറഞ്ഞതാണ്. നിങ്ങൾ ലക്ഷങ്ങളൊക്കെ സമ്പാദിക്കുന്നുണ്ടാകാം, പക്ഷെ നാട്ടിലുള്ള മാതാപിതാക്കളുടെ കാര്യങ്ങൾ നോക്കാനും ആശുപത്രി ചിലവുകളൊക്കെ കവർ ചെയ്യാനും നിർബന്ധമായും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. പിന്നെ നോക്കാം എന്ന് കരുതി മാറ്റി വെക്കരുത്. കാരണം ഏത് നിമിഷവും ഒരു എമർജൻസി വരാം. നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ മുഴുവൻ ആശുപത്രിയിൽ കളയാൻ താല്പര്യമില്ലെങ്കിൽ ഇപ്പോൾ തന്നെ മികച്ച ഒരു പ്ലാൻ എടുക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾക്കുമൊക്കെ ഈ കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോടും പറയുക ഈ കാര്യം ശ്രദ്ധിക്കുക, നല്ലൊരു ഹെൽത്ത് പ്ലാൻ നിങ്ങൾക്ക് വേണ്ടിയും കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പേരൻസിന് വേണ്ടിയും ഒക്കെ എടുക്കണമെന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ഈ കാലം മുഴുവൻ ഉണ്ടാക്കിയ സമ്പാദ്യമൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെട്ടു പോകാം. ഇത് പ്രവാസികൾ മാത്രമല്ല, എല്ലാവരും എടുത്തു വെക്കേണ്ട ഒരു കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇതൊന്നും ഇല്ലാതെ ഇനി മുന്നോട്ട് ജീവിക്കുന്നത് ഈ കാലത്ത് ഒട്ടും സുരക്ഷിതമല്ല. എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും വിമർശനങ്ങളും സംശയങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തീർച്ചയായിട്ടും കമന്റിൽ എഴുതണം. നിങ്ങളുടെ കമന്റ് ബോക്സുകൾ വായിക്കാനാണ് ഞാൻ ഏറ്റവും താല്പര്യത്തോടെ നോക്കിയിരിക്കുന്നത്. ആരാണ് ഏറ്റവും നല്ലൊരു കമന്റ് എഴുതിയിട്ടിരിക്കുന്നത്? കാരണം ഈ വീഡിയോയിൽ പറഞ്ഞതിലും കഴമ്പുള്ള ഏതെങ്കിലും ഒക്കെ ഒരു കാര്യം ചിലർ കമന്റുകളായിട്ട് എഴുതിയിട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള കമന്റുകളൊക്കെ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.